അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചെമ്മീൻ കൂട്ടാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇലക്കറി ഇട്ടോ, മുരിങ്ങടലയും ചീരടലയാണ്. ചീരടല നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. പിന്നെ ചെമ്മീൻ കറി വെക്കുന്നത് ഇരുമ്പാമ്പുളി, മാങ്ങ, പുളി ഒഴിക്കണില്ല, തക്കാളിയും കൂടി ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ ചെമ്മീൻ കൂട്ടനെ നന്നാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ ആദ്യം തേങ്ങ വറുത്തരക്കണതിന് മുമ്പ് ഈ കറിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കണം കേട്ടോ. ചെമ്മീൻ നല്ല വേവുണ്ടല്ലോ. അപ്പോൾ പിന്നെ തേങ്ങ വറുത്തരച്ചിട്ട് പിന്നെ അതിൽ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. അപ്പോൾ കല്ലുപ്പിട്ടിട്ടാണ് വെക്കുന്നത് കറി കേട്ടോ. മിക്കവാറും കറിയിൽ കല്ലുപ്പ് തന്നെയാണ് ഇടാറ്. അപ്പം അങ്ങനെ ചട്ടിയടുപ്പ് കൂട്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വേവട്ടെ നോക്കുമ്പോൾ ഞാൻ അതിലൊരു കാര്യം ഇടാൻ വേണ്ടി മറന്നു. പച്ചമുളക് ഇട്ടു. പച്ചമുളക് കഴിഞ്ഞിക്കണം. അപ്പോൾ മുളക് തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു മുളക് കിട്ടിയിട്ടുണ്ട്. മാലി മുളക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊരെണ്ണം മതി, അമ്മാതിരി എരിയാണ്. ഞാൻ വേറെ മുളക് തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലുണ്ടോ എന്ന് തപ്പാൻ വേണ്ടി പോയത്. പക്ഷെ അതിൻ്റെ മുകളിലൊന്നുമില്ല ഗൈസ്, വെറും ഇലകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മയിലും വന്ന് കൊത്തി തിന്ന് വിട്ടിട്ടുണ്ട്. ബീട്രൂട്ട് ചെടി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തേങ്ങ വറുത്തരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കുകയാണ് കേട്ടോ. ചെമ്മീൻ്റെ തേങ്ങ വറുത്തരച്ചാൽ അപ്പോൾ കറി തള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതുകൊണ്ട് അതാണ് ഞാൻ ഇട്ട മുളക് ഇട്ട മുളക് ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അങ്ങനെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാറിയിട്ട് വേണം അരക്കാൻ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുക്കറിൽ പരിപ്പ് വെച്ചിട്ടുണ്ട്. ചീരടലും മുരിങ്ങടലും പരിപ്പിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് തേങ്ങ അരച്ചതായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം കേട്ടോ. മിക്സിയുടെ ജാറിൽ തേങ്ങ അരച്ചതുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെമ്മീന് നല്ല ചെറുതുമല്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ ഭയങ്കര വെളുക്കൽ. അതിൻ്റെ മുകളിൽ 1 മണിക്കൂർ നേരെ ഇരുന്ന് ചെമ്മീൻ നേരാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ കിടന്ന് വേവണമല്ലോ. ചെമ്മീൻ നല്ല വേവുള്ളതല്ലേ. അപ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. അപ്പം എന്നാൽ അത് അതിൽ കിടന്ന് വേവും ചെയ്തോളും കൂട്ടാം പറ്റുമ്പത്തിന്. അപ്പം മീൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ പിന്നെ ഉടയൂലല്ലോ. മാങ്ങ പിന്നെ അങ്ങനെ കെടുക്കും. അപ്പം അങ്ങനെ ഇലകളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇല കഴുകി വെച്ചിട്ട് വാരിയിട്ട് ഇട്ട് കൊടുക്കട്ടോ. വെള്ളമൊന്നും ഒഴിക്കണില്ല. പക്ഷെ വെള്ളം ഈ ചീരടല കഴുകിയതിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി വെള്ളം വന്നോളും. പിന്നെ ഞാൻ തണ്ടിനും കൂടിയിട്ടുള്ളതൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് പൊരിക്കാൻ മസാല കറ്റിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആങ്ങളെന്നോട് പറയും, മനുഷ്യൻ ചിലപ്പോൾ കൂട്ടാൻ വെക്കാനും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ ഒരു കൂട്ടാൻ വെക്കൽ മനുഷ്യനെ കൊതിപ്പിക്കാനും പറയുന്നോട് എൻ്റെ ആങ്ങളെ. അധികമൊന്നുമില്ല കേട്ടോ. കുറച്ച് ചെമ്മീൻ തന്നെ പൊരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളിമുളകും കുത്തിയതാണ് കേട്ടോ. ഇലക്കറി വെന്തിട്ടുണ്ട്. അതിനൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ളി മൂട്ടാൻ നോക്കുമ്പോൾ അതിന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കറി തൂമിക്കാൻ വേണ്ടിയിട്ട് ആ ചെമ്മീൻ പൊരിച്ചില്ലേ, ആ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ തൂമിക്കുന്നത്. അപ്പം അങ്ങനെ കറി തൂമിച്ച് ഒഴിച്ചു. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കൂട്ടാലോ. ചെമ്മീൻ കറി വെച്ചാൽ അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പോൾ ഇലക്കറി സെറ്റായി. എല്ലാവരും റെഡി. അടുത്ത വീഡിയോയിൽ വരാം.